ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വീട്ടിൽ നമ്മൾ എങ്ങനെ നെയ്യ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ പാലൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ പാട കളക്ട് ചെയ്തിട്ട് നമുക്ക് നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്, ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പാല് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അത് വയ്ക്കുമ്പോൾ നമുക്ക് ആ പാട ശരിക്കും എളുപ്പത്തിൽ എടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ പാട ഞാൻ കളക്ട് ചെയ്ത് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വേണം നമ്മളത് സൂക്ഷിക്കാൻ. അതൊരു ബോക്സ് ആകുമ്പോഴാണ് ഞാൻ ഈ നെയ്യ് ഉണ്ടാക്കാനായിട്ട് എടുക്കണത്. ഇനി ഈ പാട നേരിട്ടിട്ട് നമുക്ക് ചട്ടിയിലിട്ടിട്ട് ഉരുക്കിയിട്ടായാലും നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ ഉറ ഒഴിച്ചിട്ടായാലും നമുക്കത് ചെയ്യാം. ഞാനിതിപ്പോൾ ഉറ ഒഴിച്ചിട്ട് എങ്ങനെയാണ് നെയ്യ് എടുക്കണമെന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം എനിക്ക് പാട നേരിട്ട് ഉരുക്കിയെടുക്കണേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെയ്യാനാണ്. എളുപ്പം എന്നല്ല, പണിയൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനി തലേദിവസം ഈ പാൽപ്പാടയിലേക്ക് തൈര് നമ്മൾ ഒഴിക്കണ മാതിരി ഇതിലേക്ക് ഒഴിച്ച് തലേദിവസം വയ്ക്കും. പിറ്റേ ദിവസം മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പം നമ്മളിതിലേക്ക് തണുത്ത വെള്ളം ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. നന്നായിട്ട് അടിക്കുമ്പോൾ അതിൽ നിന്ന് മോരും വെണ്ണ ഇങ്ങനെ വേർതിരിഞ്ഞ് വരും. അപ്പോൾ മോര് നമുക്ക് കുടിക്കാനായിട്ട് അത് മാറ്റി വയ്ക്കാം. ഈ വെണ്ണ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രത്തിലും ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള പാൽപ്പാടയും കൂടി നമുക്ക് ഇതേമാതിരി അടിച്ച് മാറ്റിയെടുക്കാം. ഇപ്പോൾ വെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലത്തെ ആ മോരിൻ്റെ അംശം മൊത്തം കഴുകി വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിട്ടണ വരെ കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യമൊക്കെ കഴുകുമ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും. ആ പാലിൻ്റെ മോരിൻ്റെയൊക്കെ അംശം മൊത്തമായിട്ട് പോയി നമുക്ക് വെണ്ണ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ വെണ്ണ ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിത് ഉരുക്കിയെടുക്കാൻ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറൊരു കാര്യത്തിലേക്കും പോകരുത്. ഇത് ഇളക്കി കൊടുത്ത് നമ്മൾ അടുത്തുണ്ടാവണം. തീ കൂട്ടിയിട്ട് ഇത് കരിഞ്ഞ് പോയാൽ ആ നെയ്യിലൊരു ടേസ്റ്റും മണക്കം മാറും, കളറും മാറും. അപ്പോൾ വെണ്ണയൊക്കെ ഉരുക്കി വരുന്നുണ്ട്. നന്നായി ഉരുക്കി വരുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരും. അത് പതഞ്ഞ് തീ കൂട്ടിയിട്ട് ഇത് പതഞ്ഞ് പുറത്തേക്ക് പോവും. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷമാണ് ഇത് ഉരുക്കി വരുള്ളൂ. അപ്പോൾ ഈ പതയൊക്കെ നന്നായി വന്ന് വറ്റി പോവും. അതിന് ശേഷം ഇത് ഉരുക. വീട്ടിൽ പാല് മേടിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇതേമാതിരി പാൽപ്പാട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് അതിൻ്റെ അടിയിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ, വെളുത്ത് കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം. കരിഞ്ഞ് പോകരുത്. ചെറിയ തീയിലിട്ടിട്ട് ഒരു പുളിയുറുമ്പിൻ്റെ കളറാവണ വരയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കുക.
നെയ്യൊക്കെ ഉരുകി വന്ന് അടിയിൽ കാണുന്ന വെളുത്ത കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. അത് നമുക്ക് അതുകൊണ്ട് ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കരിഞ്ഞ് പോകാണ്ട് ശ്രദ്ധിക്കുക. നന്നായി ഇളക്കി ഒരു പുളിയുറുമ്പിൻ്റെ കളറാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ ഞാൻ അത് അരിച്ച് മാറ്റിയെടുക്കും. ഒരു പുളിയുറുമ്പിൻ്റെ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നമുക്ക് അരിച്ചിട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് അരിച്ച് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. ചെറുതായിട്ട് ചൂടാറുമ്പോൾ ആക്കി കൊടുക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഭാഗത്തിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അത് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അത് ഉരുട്ടി ചെറിയ ഉരുളകളാക്കിയിട്ട് അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇവിടെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതേപോലെയും പിള്ളേർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തോളാം. ഇനി ബാക്കി നമ്മുടെ നെയ്യ് ചൂടാറി വരുമ്പോൾ നമുക്ക് ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. നന്നായിട്ട് ചൂടാറി വരുമ്പോൾ നല്ല തരിതരിപ്പുള്ള നല്ല നാടൻ നെയ്യ് നമുക്ക് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും മാറ്റി കളയാനില്ല. ഇന്ന് വരുന്ന മോരും നമുക്ക് കുടിക്കാൻ എടുക്കാം. ബാക്കി വന്നിട്ടുള്ള അതിൻ്റെ ഉരുകി വരുന്ന ഭാഗം കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പാലൊക്കെ വീട്ടിൽ മേടിക്കുമ്പോൾ അതിൽ നിന്ന് പാട മാറ്റി വെച്ച് ഇതേമാതിരിക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.